الله لا يغير ما بقوم حتى يغيروا ما بأنفسهم صدق الله العظيم. اللهم ألهمني رشدي وأعذني من شر نفسي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരു സമൂഹത്തിൽ അവർക്ക് അനുകൂലമായ ഭരണവും പ്രതികൂലമായ ഭരണവും ഒക്കെ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. നമ്മുടെ നാട് ഇനി ആര് ഭരിക്കും, മുസ്ലിമീങ്ങൾക്കിവിടെ സ്വസ്ഥമായി ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ലഭിക്കുമോ, ഈ നാട്ടിലെ മനുഷ്യർക്ക് സമാധാനമുള്ളൊരു ജീവിതം മുന്നോട്ട് ലഭിക്കുമോ, അതോ നാട്ടിൽ നിലവിലുള്ള സമാധാനം കൂടി നഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകൾ പോകുമോ എന്നൊക്കെ യഥാർത്ഥത്തിൽ ആശങ്കയുണ്ടാകേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു തിരഞ്ഞെടുപ്പിനെ നാം നേരിടുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ കൃത്യമായ ബോധവും കൃത്യമായ വീക്ഷണങ്ങളും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും പരിശ്രമങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്നാൽ അതോടൊപ്പം നാം അവഗണിക്കാൻ പാടില്ലാത്ത മറ്റൊരു ഭാഗം, മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഭരണമോ പ്രതികൂലമായ ഭരണമോ ഒക്കെ നൽകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകൾ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ നാം എത്രയൊക്കെ പരിശ്രമിച്ചാലും, നാം ആരിലൊക്കെ പ്രതീക്ഷ വെച്ചാലും അള്ളാഹു നമ്മുടെ വിഷയത്തിൽ നല്ല തീരുമാനം നൽകിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും സമാധാനപരമായ ജീവിതം സാധ്യമാവുകയില്ല. അതിനനുസരിച്ചുള്ള ഭരണാധികാരികളെ ലഭിക്കുകയില്ല. ഇനി അള്ളാഹു നമ്മുടെ വിഷയത്തിൽ നന്മയായ തീരുമാനം ഇറക്കുകയാണെങ്കിൽ ഇവിടെ ആര് ഭരിച്ചാലും നമുക്കത് പ്രശ്നമാകാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതം നൽകും. ഈ ഒരു യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യരുടെ തിന്മകളുടെ ഫലമായിട്ടാണ് അക്രമികളായ ഭരണാധികാരികളെ അല്ലാഹു തആല നൽകുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോൾ അതിനുള്ള ചെറിയ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ശത്രുക്കളായ അക്രമികളായ ഭരണാധികാരികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സാഹചര്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അക്രമിയായ ഭരണാധികാരി വന്നാൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും അള്ളാഹുവിന് കൽപ്പനകൾക്ക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചാക്കുക. നിങ്ങളുടെ അമലുകൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റമൊക്കെ നന്നാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളെ നിയന്ത്രിക്കുന്നവനാണ്. നിങ്ങളുടെ അക്രമികളായ ഭരണാധികാരികളെ കൃത്യമായി നിയന്ത്രിക്കാൻ, അവരെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ, അല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ. അധികാരം എന്നത് അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ്, അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ തിരിച്ചെടുക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പ്രാധാന്യം നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങളുടെ അമലുകൾ മോശമാകുമ്പോഴാണ് അവർക്ക് അക്രമികളായ ഭരണാധികാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ അമലുകളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം ശരിയായ രീതിയിലാക്കാൻ സാധിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമായ ഭരണം കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഈമാനും അമലുസ് സ്വാലിഹാത്തും സൽക്കർമ്മങ്ങൾ യഥാർത്ഥമായ രീതിയിൽ നിർവഹിക്കുന്നു, അള്ളാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസം മുറുകെ പിടിക്കുന്ന വിഭാഗത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനമാണ്. ഏറ്റവും പ്രധാനമായ വാഗ്ദാനം ഇതാണ്. ലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും. അവർക്ക് അവരുടെ നാട്ടിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപൂർണമായ അന്തരീക്ഷം അള്ളാഹു നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അവരുടെ ഭയം, ആശങ്കകൾ മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ അന്തരീക്ഷം അവർക്ക് നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷെ നമ്മുടെ അമലുകൾ അതിന് അനുയോജ്യമായി തീരണം എന്നത് മാത്രം. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നാം പ്രത്യേകം നമ്മുടെ അമലുകൾ ഒന്ന് പരിശോധിക്കണം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് നമുക്ക് സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, മറുഭാഗത്ത് നാം നമ്മുടെ അമലുകളൊന്ന് പരിശോധിക്കണം. ഈ സന്ദർഭത്തിൽ ഏതെങ്കിലുമൊക്കെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളെയോ ഏതെങ്കിലും സംവിധാനങ്ങളെയോ ഒക്കെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നാം അതിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധ, ഇബാദത്തുകളിലുള്ള അശ്രദ്ധ, നമസ്കാരത്തിലുള്ള അശ്രദ്ധ, ഇതുപോലെ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അത് ദീനിയായ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ദുന്യവിയായ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും ആ വിഷയത്തിലുള്ള അശ്രദ്ധ, നമ്മുടെ കീഴിലുള്ളവരോട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം വരുത്തുന്ന വീഴ്ച, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ശിക്ഷയായി അക്രമികളായ ഭരണാധികാരികൾ വരുന്നതിനുള്ള കാരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഏതെങ്കിലും ഒരു ജനത അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തിയാൽ, കച്ചവടത്തിലുള്ള വഞ്ചനകൾ പതിവാക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ അധികാരികളുടെ അക്രമങ്ങൾ കൊണ്ട് പരീക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതെങ്കിലും ഒരു സമുദായത്തിൽ കച്ചവടത്തിലുള്ള വഞ്ചന, അളവ് തൂക്കത്തിലുള്ള വഞ്ചന വ്യാപകമായി കഴിഞ്ഞാൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണമായി അവർക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ഏതെങ്കിലും സമുദായത്തിൽ പരസ്പരമുള്ള അക്രമങ്ങൾ വ്യാപകമായാൽ, പരസ്പരമുള്ള അനീതി വ്യാപകമായാൽ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഭരണാധികാരികളെ കൊണ്ടുവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാം ഏതൊരു മേഖലയിലാണ് നിൽക്കുന്നതെങ്കിലും, ഏത് മേഖലയിൽ നിൽക്കുമ്പോഴും ആ മേഖലയിൽ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം അത് നാം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ നാം ശ്രദ്ധിക്കണം. നാം ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിയാണെങ്കിൽ, അവിടെ നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ വിശ്വാസപൂർണമായി നാം നിർവഹിക്കുന്നില്ലെങ്കിൽ, ആ വിഷയത്തിൽ നാം വഞ്ചന കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച, പ്രത്യേകിച്ച് ഒരു മുസ്ലിമാണല്ലോ ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം നമ്മെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ആ വിഷയത്തിൽ നാം വഞ്ചന കാണിക്കുന്നെങ്കിൽ, നാം ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട സമയത്ത്
നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ വിശ്വസിച്ചേൽപ്പിക്കുന്ന സമ്പത്തുകളിൽ നാം ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ, നാം ഒരു കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അവിടുത്തെ ആ കടയുടെ ഉടമസ്ഥൻ നമ്മോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അവിടെ നിന്ന് മാറുമ്പോൾ നാം അതിൽ വഞ്ചന കാണിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഏത് മേഖലയിലും നാം ജോലി ചെയ്യുന്ന, നാം പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വഞ്ചനകൾ, വിശ്വസ്തതയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ, ഇവ ഓരോന്നും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഈ ശിക്ഷ നമുക്ക് വരുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാം നമ്മുടെ മേഖലയിലുള്ള വിശ്വസ്തതയിൽ വഞ്ചന കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തി നാം ഒരാളോട് ചെയ്തിട്ടുള്ള കരാറാണ് നാം ലംഘിക്കുന്നത്. അല്ലെങ്കിൽ നാം ഒരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ അവർ നമ്മെ വിശ്വസിച്ചപ്പോൾ ആ വിശ്വസ്തതയിലാണ് നാം വഞ്ചന കാണിക്കുന്നത്. ഈ ഒരു വഞ്ചനയുടെ ശിക്ഷയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അക്രമികളായ ഭരണാധികാരികളെ കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന്. ഇനി ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയാണെങ്കിൽ അവിടെ കീഴിലുള്ളവരോട് നാം എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ കീഴിലുള്ളവരുടെ വിഷയത്തിൽ അത് ഏത് മേഖലയിലാണെങ്കിലും നാം അക്രമം കാണിക്കുന്നെങ്കിൽ, അനീതി കാണിക്കുന്നെങ്കിൽ അതിനുള്ള ശിക്ഷയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുകളിൽ അക്രമികളെ കൊണ്ടുവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തുന്നുണ്ട്, ഒരു മനുഷ്യൻ അക്രമം പതിവാക്കുമ്പോൾ അവന്റെ ശിക്ഷയായിട്ട്, അവനുള്ള ശിക്ഷയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മുകളിൽ അക്രമികളായ ഭരണാധികാരികളെ കൊണ്ടുവന്ന് സ്ഥാപിക്കും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വിവരിക്കുന്നുണ്ട്, ഒരു അക്രമിയെ അള്ളാഹു നേരിടുന്നത് മറ്റൊരു അക്രമിയെ കൊണ്ടുവന്നിട്ടായിരിക്കും, അവന്റെ മുകളിൽ മറ്റൊരു അക്രമിയെ സ്ഥാപിച്ചിട്ടായിരിക്കും, എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടി അള്ളാഹു തആല ഒരുമിച്ച് നശിപ്പിക്കും എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതായത് നമ്മുടെ കീഴിലുള്ളവരോട് അത് ഏത് മേഖലയിലാണെങ്കിലും നാം അനീതി കാണിക്കുന്നെങ്കിൽ, അക്രമം കാണിക്കുന്നെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് നമ്മുടെ ഭരണത്തിൽ, നമ്മുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഭരണാധികാരികളെ കൊണ്ടുവരും. അതിൻ്റെ പേരിൽ നാം വ്യത്യസ്തമായ മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ച് മറ്റുള്ള മനുഷ്യരോടുള്ള കടമകളിൽ നാം ശ്രദ്ധിക്കാതെ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടമകളിൽ, ഇബാദത്തുകളിൽ നാം ശ്രദ്ധിക്കാതെ, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അശ്രദ്ധകൾ, ഈ വീഴ്ചകൾ നാം ഗൗനിക്കാതെ നമ്മുടെ ഭരണാധികാരികളെ എത്രയധികം കുറ്റപ്പെടുത്തിയാലും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളെ എത്രയധികം കുറ്റപ്പെടുത്തിയാലും അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നത് നാം തിരിച്ചറിയണം. മറുഭാഗത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട കടമകളിൽ നമ്മിൽ നിന്ന് വരുന്ന വീഴ്ചകൾ, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയധികം തിന്മകളാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, എത്ര മേഖലകളിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ എന്നിൽ നിന്നും നഷ്ടപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി ഞാൻ എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ജീവിതം മുന്നിൽ വെച്ചൊന്ന് പരിശോധിച്ചിട്ട് നാം വിലയിരുത്തണം. ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ പിന്നെ എനിക്ക് നല്ലൊരു ഭരണമുള്ള നാട് ലഭിക്കണം, അനുകൂലമായ അവസ്ഥ എൻ്റെ നാട്ടിൽ ലഭിക്കണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നാം തയ്യാറാകാത്തിടത്തോളം നമ്മുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു നന്മയുടെ തീരുമാനം ഒരിക്കലും വരികയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായം അവരുടെ സ്വന്തം കാര്യം ശരിയാക്കാത്തിടത്തോളം, അവരിൽ ഒരു ശരിയായ മാറ്റം വരുത്താത്തിടത്തോളം അവരുടെ സാമൂഹികമായ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം, ഒരു നന്മയായ തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതങ്ങളാണ് മാറേണ്ടത്, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധമാണ് ശരിയാകേണ്ടത്, നമ്മുടെ ഇബാദത്തുകളിലുള്ള ശ്രദ്ധയാണ് നാം കൂടുതൽ ഗൗനിക്കേണ്ടത്. അതിലുപരി മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, അതിലുള്ള നീതിയും ന്യായവും അതിലുള്ള കൃത്യതയും ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം നമുക്ക് വരിക.
അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സഹായമായി നല്ല ഭരണാധികാരികൾ നമുക്ക് ലഭിക്കുക, ഏറ്റവും കുറഞ്ഞ പക്ഷം മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധനയായി പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ മാത്രമാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയായിട്ട് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഫിർഔനെയാണ്. ആ ഫിർഔന്റെ അക്രമങ്ങൾ സഹിച്ചുകൊണ്ടിരുന്ന ബനു ഇസ്രായേൽ എന്ന വിഭാഗത്തിലേക്ക് മഹാനായ മൂസ അലൈഹിസ്സലാം വന്നിട്ട് അവരെ എങ്ങനെയാണ് ഫിർഔന്റെ അക്രമങ്ങളിൽ നിന്നും രക്ഷിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൂസ അലൈഹിസ്സലാം വന്നപ്പോൾ ബനു ഇസ്രായേലുകൾ അവരുടെ പരാതി പറയുകയാണ്, താങ്കൾ വരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഇങ്ങനെ അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നു, താങ്കൾ വന്നിട്ടും ആ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ലല്ലോ, ഇപ്പോഴും അക്രമങ്ങൾ സഹിക്കേണ്ടി വരികയാണല്ലോ എന്ന് പറയുമ്പോൾ മൂസ അലൈഹിസ്സലാം അവരോട് പറയുന്നു, ഫഖാലു അലല്ലാഹി തവക്കൽന യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു. നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്ക്, വിശ്വാസം മുറുകെ പിടിക്ക്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജഅലു ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാഹ്. നിങ്ങൾക്ക് പരസ്യമായി നമസ്കാരം നിർവഹിക്കാൻ, ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്ക്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ ഈ അക്രമികളുടെ ഭരണത്തെ മാറ്റിത്തരും, നിങ്ങൾക്കിവിടെ പരസ്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അനുകൂലമായ സാഹചര്യം നൽകും, നിങ്ങൾക്ക് അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകും എന്നൊക്കെ മൂസ അലൈഹിസ്സലാം ആ സമുദായത്തിന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെ എത്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാനതകളില്ലാത്തൊരു വിജയം ആ സമൂഹത്തിന് നൽകുകയും ഏറ്റവും നിന്ദ്യമായ രീതിയിൽ ആ അക്രമിയായ ഭരണാധികാരിയെ നശിപ്പിക്കുകയും ചെയ്തതും പരിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല തീരുമാനം വരണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവുമുള്ള ഒരു ഭരണം ലഭിക്കണമെങ്കിൽ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം ശരിയാക്കുകയും നമ്മുടെ അമലുകൾ ശരിയാക്കുകയും നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ ശരിയാക്കുകയും ചെയ്യുക നമ്മെക്കൊണ്ട് സാധിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഇബാദത്തിൽ പൂർണ്ണമായ ദീനനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇതിനെ യഥാർത്ഥമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി നാം ശരിയായ രീതിയിൽ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും ആദ്യത്തെ ശിക്ഷ നമുക്ക് ഇത്രയും സ്വതന്ത്രമായി സമാധാനത്തോടെ ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിലെല്ലാം പരിശുദ്ധമായ ദീൻ അനുസരിച്ച് സമ്പൂർണ്ണമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരികയും അധികരിപ്പിച്ചു നൽകുകയും ചെയ്യുമാറാകട്ടെ. അക്രമികളായ ഭരണാധികാരികളിൽ നിന്നും അസമാധാനത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ, നമ്മുടെ നാടുകളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ.